ഹായ് ഫ്രണ്ട്സ്, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മീൻകറിയുടെ രുചിയിലൊരു കപ്പക്കറിയാണ്. അതിനായിട്ട് 2 കപ്പയും അരമുറി തേങ്ങയും പച്ചമുളകും തക്കാളിയും കറിവേപ്പിലയും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. അരപ്പിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങ ചിരവിയത്, 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് വറുത്ത ഉലുവ, ഒരു ചെറിയ ഉരുളപ്പുളി, കുറച്ച് ഉള്ളിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇവയെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കപ്പയെല്ലാം കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച ശേഷം സ്റ്റൗ ഓൺ ചെയ്യാം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. നമുക്ക് മീനൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഇതുപോലെ കപ്പയിട്ട് മീൻ കറിയുടെ രുചിയിലുള്ള കപ്പക്കറി തയ്യാറാക്കാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കപ്പയൊക്കെ ഇപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. കറിയൊക്കെ നല്ല തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കപ്പയെല്ലാം അതിൽ വെന്ത് ഉടയണം. അതാണ് അതിൻ്റെ പാകം. നമ്മുടെ മീൻ കറിയുടെ രുചിയിലുള്ള കപ്പ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കറിയുടെ എരിവ്, പുളിയും ഉപ്പൊക്കെ അവരവരുടെ രുചി അനുസരിച്ച് മാറ്റാവുന്നതാണ്. ഇനി നമുക്ക് ഒരു ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് കടുക് വറുത്തെടുക്കണം. കൂടെ വറ്റൽമുളകും കറിവേപ്പിലയും ഉള്ളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ല മൂപ്പിച്ച് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം ഒരു 3 തണ്ട് കറിവേപ്പില കൂടി ഇട്ട ശേഷം ഒന്ന് മൂടി വെച്ചേക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ കപ്പക്കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക.